ഹായ്. അപ്പോൾ ഇന്ന് ഞാനൊരു കുഞ്ഞു ടിപ്പുമായിട്ടാട്ടോ വന്നിരിക്കുന്നത്. മുളകിലെ ഇല മുരടിപ്പ്. നമ്മൾ കർഷകരെല്ലാം നേരിടുന്ന ഒരു പ്രശ്നമാണ് മുളകിലെ ഇല മുരടിപ്പ് അല്ലെങ്കിൽ ഇല കുരുടിപ്പ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ കുഞ്ഞ് അടുക്കള തോട്ടമൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ അപ്പോൾ നമുക്കതിൻ്റെ ആ പ്രായോഗിക രീതികളൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും ഒരു മുളക് കിട്ടാൻ വേണ്ടിയിട്ട് മുളക് തൈ കൊണ്ടുവച്ചിട്ട് ആദ്യം നന്നായിട്ട് വരും, പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും തളിരിലകൾ ഇങ്ങനെ ഇല മുരടിച്ച് തുടങ്ങാനായിട്ട് തുടങ്ങും. അതിനുള്ള ചെറിയ 1-2 പരിഹാരങ്ങളുമായിട്ടോ ഞാൻ വന്നിരിക്കുന്നത്. മണ്ണൊരുക്കുന്ന രീതി മുതൽ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ആദ്യമേ നമ്മൾ ഒരു 2-3 ദിവസം വെയിൽ കൊള്ളിച്ച മണ്ണിൽ കുമ്മായം ചേർത്ത് മണ്ണ് ട്രീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പച്ചക്കറികൾ നടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാവൂ. അപ്പോൾ കുമ്മായം ചേർത്തൊരുക്കിയ മണ്ണിലേക്ക് ഞാൻ മണ്ണൊരുക്കുന്ന രീതി മുന്നേ ഉള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. മുന്നേ 1-2 വീഡിയോ 2 ഘട്ടമായിട്ടാണ് മണ്ണൊരുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മണ്ണൊരുക്കുന്ന രീതി അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ കാണുക. മുളക്, തക്കാളി, വഴുതന ഇവയ്ക്കൊക്കെ കാൽഷ്യം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ കുമ്മായം ചേർത്ത് മണ്ണൊരുക്കിയാലും വീണ്ടും നമ്മൾ ഒരു 2 ആഴ്ച കൂടുന്തോറും ഇവയ്ക്ക് ഈ മുളക്, വഴുതന, തക്കാളി ഇവയ്ക്കെല്ലാം കുമ്മായം അല്ലെങ്കിൽ ഡോളോമൈറ്റ് മണ്ണിൽ ചേർത്ത് കൊടുക്കുക. ഒപ്പം മുളകിനെയൊക്കെ അറ്റാക്ക് ചെയ്യുന്ന വെള്ളീച്ച പോലെയുള്ള കീടങ്ങൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ വെള്ളീച്ചയ്ക്കെതിരെ നമ്മൾക്ക് വേപ്പ് അധിഷ്ഠിതമായിട്ടുള്ള കീടനാശിനികൾ ഏതെങ്കിലും പ്രയോഗിക്കുക. ഇതുപോലുള്ള മഞ്ഞ ഷീറ്റ് നമുക്ക് ഒന്നിൽ ഷോപ്പിൽ മേടിക്കാൻ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഷീറ്റിലോ പ്ലാസ്റ്റിക് ബോട്ടിലോ മഞ്ഞ പെയിൻ്റ് അടിച്ച ശേഷം ആവണക്കെണ്ണ പുരട്ടി കൃഷിയിടത്തിൽ തൂക്കിയാലും ഒത്തിരി കീടങ്ങൾ, അതായത് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, കീടങ്ങൾ ഒത്തിരി അതിൽ പറ്റി പിടിച്ചിരുന്ന് അത് ചത്തുപോകും. അപ്പോൾ ഇതുപോലെയുള്ള ഷീറ്റുകൾ കൃഷിയിടത്തിൽ കെട്ടിത്തൂക്കുക. അപ്പോൾ വെള്ളീച്ചയെ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് വേപ്പ് അധിഷ്ഠിതമായിട്ടുള്ള കീടനാശിനികൾ പ്രയോഗിക്കാം. പച്ചക്കറി കൃഷിക്ക് മണ്ണിലെ pHൻ്റെ കറക്റ്റ് അളവെന്ന് പറയുന്നത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, 6-നും 7-നും ഇടയ്ക്കാണ് വരുന്നത്. 6.5-നും താഴെ വന്നാൽ മണ്ണ് അസിഡിക് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് pH ലെവൽ കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ഏത് മണ്ണിലാണോ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ മണ്ണ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ pH കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതിനുശേഷം വീണ്ടും നമ്മൾ ഈ കുമ്മായമൊക്കെ ആഡ് ചെയ്താണ് നമ്മൾ pHൻ്റെ ലെവൽ നമ്മൾ ന്യൂട്രലൈസ് ചെയ്യുന്നത്, ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുമ്മായം ചേർത്ത് മണ്ണൊരുക്കി നമ്മൾ വെള്ളീച്ചയെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ കീടങ്ങളെ പ്രതിരോധിക്കാനായിട്ട് വേപ്പധിഷ്ഠിത കീടനാശിനികളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഈ മഞ്ഞക്കെണി നമ്മൾ കൃഷിയിടത്തിൽ തൂക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ടും ഈ മുളകിൻ്റെ ഇലയിൽ കുരുടിപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ആ കുരുടിപ്പായ ഇലയുടെ ഭാഗങ്ങൾ നുള്ളിക്കളഞ്ഞ ശേഷം നമുക്ക് അടുക്കളയിൽ ലഭ്യമായിട്ടുള്ള ബേക്കിംഗ് പൗഡർ, മിക്കവാറും എല്ലാവരുടെയും വീട്ടിലുണ്ടാവും, നമ്മൾ ബേക്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, അല്പം പോലും കൂടിയാൽ അത് പ്രതികൂലമായിട്ട് ബാധിക്കും. 1 ടീസ്പൂൺ മണ്ണിൽ ചേർത്ത് കൊടുക്കുക. നമ്മൾ ഒരു ചട്ടിയിൽ നിൽക്കുന്ന ഒരു മുളക് ചെടിക്ക് 1 ടീസ്പൂൺ എന്ന കണക്കിൽ മണ്ണിൽ ചേർത്ത് കൊടുക്കുകയും ഒപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ഇലയുടെ മുരടിപ്പ് അല്ലെങ്കിൽ കുരുടിപ്പ് മാറി ഈ പച്ചമുളക് ചെടി നന്നായിട്ട് വളരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഈ ബേക്കിംഗ് പൗഡർ കൊണ്ട് നമുക്ക് കൃഷിക്ക് 1-2 പ്രയോജനങ്ങൾ കൂടിയുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് കൂടി ഞാൻ പറയാം. ബേക്കിംഗ് പൗഡർ നമുക്ക് നല്ലൊരു പെസ്റ്റിസൈഡായിട്ട് ഉപയോഗിക്കാം. ഈ പെസ്റ്റിസൈഡായിട്ട് ഉപയോഗിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1/2 ടീസ്പൂൺ ലിക്വിഡ് സോപ്പ്, ലിക്വിഡ് ഡിറ്റർജൻ്റ് അല്ല, നമ്മൾ ഹാൻഡ് വാഷിനൊക്കെ ഉപയോഗിക്കുന്ന ലിക്വിഡ് സോപ്പ്, അതോടൊപ്പം ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ, വേപ്പെണ്ണ ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു 3 ലിറ്റർ 2.5 മുതൽ 3 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒരാഴ്ചയിലൊരിക്കൽ ഈ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഒരു വിധത്തിലുള്ള ഏകദേശം കീടങ്ങളെയൊക്കെ നമുക്ക് കൃഷിയിടത്തിൽ നിന്നും അകറ്റി നിർത്താനായിട്ട് സാധിക്കും. ബേക്കിംഗ് പൗഡർ എന്ന് പറയുന്നത് നല്ലൊരു ഫംഗിസൈഡാണ്. നമ്മുടെ ചെടികളിൽ ഉണ്ടാകുന്ന പൗഡറി മിൽഡ്യൂ പോലെ അല്ലെങ്കിൽ ഈ റോസ് പ്ലാന്റ്സിലൊക്കെ ഉണ്ടാകുന്ന ബ്ലാക്ക് സ്പോട്ടൊക്കെ നമുക്ക് പ്രതിരോധിക്കാനായിട്ട് ഈ നമ്മുടെ ബേക്കിംഗ് പൗഡർ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ടിപ്പ്. നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയുക. അല്പം പോലും ബേക്കിംഗ് പൗഡർ കൂടരുത്. ബേക്കിംഗ് പൗഡർ കൂടിക്കഴിഞ്ഞാൽ മണ്ണിൻ്റെ ടെക്സ്ചർ, മണ്ണിൻ്റെ ഘടനയെ അത് പ്രതികൂലമായിട്ട് ബാധിക്കുകയും അതോടൊപ്പം നീർവാർച്ച, മണ്ണിൻ്റെ ഡ്രെയിനേജ് അത് ഉണ്ടാവത്തില്ല. അപ്പോൾ മണ്ണ് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബേക്കിംഗ് പൗഡർ അല്പം പോലും കൂടരുത്. ബേക്കിംഗ് പൗഡർ കൂടിക്കഴിഞ്ഞിട്ട് എൻ്റെ ചെടി നശിച്ചു പോയി എന്ന് പറഞ്ഞാൽ ആരും പരാതിയായിട്ട് വരരുത്. അത് കറക്റ്റ് അളവിൽ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാട്ടോ ഇന്നത്തെ ടിപ്പ്. പരീക്ഷിച്ചു നോക്കി പ്രയോജനപ്പെട്ടാൽ അഭിപ്രായം പറയുക. അപ്പോൾ വീണ്ടും കാണാം.
നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണാം. ബൈ.